എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൂർഗിലാണ്. നല്ല തണുപ്പുണ്ട്, കാലാവസ്ഥയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഞാനിവിടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകാറുണ്ട്. ഇപ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും അതിലുണ്ടാവണം അല്ലേ? അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. പലപ്പോഴും യാത്ര ചെയ്യാൻ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ പലപ്പോഴും നടക്കാറില്ല അല്ലേ? അതിന് നമ്മൾ തന്നെ പല കാരണങ്ങളും കണ്ടെത്തും. ഒന്ന് സാമ്പത്തികം, ഒരുപാട് പൈസ ചിലവാകുന്ന കാര്യമാണ്. മറ്റൊന്ന് സമയമില്ല, തിരക്കാണ്. ജീവിതത്തിൻ്റെ വലിയ തിരക്കുകൾക്കിടയിൽ നമ്മളിങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ മുന്നിൽ പലപ്പോഴും യാത്ര എന്ന് പറയുന്ന നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കാറില്ല. പക്ഷെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, യാത്ര എന്ന് പറയുന്നത് അത്ര ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ യാത്രകൾക്കുണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെടുത്തുന്നതിൽ യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ യാത്രയും നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എത്രയോ ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു അല്ലേ? ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ആശയങ്ങൾ, ഐഡിയാസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്സ് ഇതൊക്കെ കുറയ്ക്കുന്നതിൽ യാത്രകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവണമെങ്കിൽ ഒന്നിറങ്ങണം വീടിൻ്റെ വെളിയിലേക്ക്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത്. ജനുവരി വരെ എനിക്ക് തീർക്കാനുള്ള അർജൻറ്റായിട്ടുള്ള ഒരുപാട് വർക്കുകൾ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. ഈ വർഷത്തെ ബർത്ത്ഡേ ഇപ്പോൾ മാത്രമേ ആഘോഷിക്കാൻ പറ്റൂ, അടുത്ത വർഷം ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ദിവസം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ബർത്ത്ഡേയും ഞാൻ മിസ്സാക്കാറില്ല. എന്തെങ്കിലുമൊക്കെ നല്ല നിമിഷങ്ങൾ അതിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ കടന്നു വരുന്നില്ലേ? അതിനെ എങ്ങനെയാണോ നമ്മൾ മനോഹരമാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോഴൊക്കെയാണ് ജീവിതം സുന്ദരമാവുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളുണ്ട്. നമ്മളുടെ ബർത്ത്ഡേ, നമ്മുടെ പാർട്ട്ണറുടെ ബർത്ത്ഡേ, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, നമ്മുടെ അച്ഛനമ്മമാരുടെ നല്ല ദിവസങ്ങൾ അല്ലേ? ഇതൊക്കെ നമ്മൾ ആഘോഷിക്കണം. ഒരു ചെറിയ യാത്രയല്ലേ നമുക്കുള്ളൂ. ആ യാത്രയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളെ സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക വളരെ മനോഹരമാണെന്ന് നമുക്ക് പറയാനാവുക? അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നല്ല നിമിഷങ്ങളെയും സുന്ദരമാക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണമെന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം യാത്രകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വലിയ വലിയ യാത്രകളൊന്നും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചെറിയ ചെറിയ യാത്രകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണം. മാനസികമായിട്ടുള്ളൊരു വലിയൊരു അറ്റാച്ച്മെൻറ്റ് കുടുംബവുമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതിൽ യാത്രകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ മനസ്സിനും വലിയൊരു കരുത്ത് നൽകുന്നുണ്ട്. ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇല്ലേ നമുക്ക്? ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നൽകുന്ന ഒരു സമ്മർദ്ദം നമുക്കില്ലേ? ഇതൊക്കെ കുറയ്ക്കുന്നതിൽ യാത്രകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളിതൊന്നും ഓർക്കാറില്ല. നമ്മൾ പല എക്സ്ക്യൂസുകളും പറഞ്ഞ് യാത്രകളെ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഈ ഒരു കാര്യത്തെ നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. സമയമില്ല എന്ന പരാതി, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പരാതി. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ 2 ദിവസം കൂർഗിലേക്ക് വന്നപ്പോൾ ഏകദേശം ഒരു 10,000 രൂപയോളം എനിക്ക് ചിലവായിട്ടുണ്ടാവും. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടമായിട്ടല്ല, ഒരു വലിയ ലാഭമായിട്ടാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. കാരണം ഈ ഒരു യാത്ര എനിക്ക് നൽകുന്നൊരു എനർജിയുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് കരുത്ത് നൽകുന്നൊരു എനർജി, അതെന്നെ കൂടുതൽ ശക്തമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഓരോ യാത്രയും എനിക്ക് സമ്മാനിക്കുന്നത് അതാണ്. അപ്പോൾ അതാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ നഷ്ടങ്ങളൊക്കെയാണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളായിട്ട്, ജീവിതത്തിൻ്റെ കരുത്തായിട്ടൊക്കെ, മാനസികമായിട്ടുള്ള കരുത്തായിട്ടൊക്കെ മാറുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന തിയറി നമ്മൾ മറക്കണ്ട. അപ്പോൾ ജീവിതത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, കൊച്ചു കൊച്ചു യാത്രകളെങ്കിലും ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. മനസ്സൊക്കെ കുറെ കൂടി ഒന്ന് ശാന്തമാവട്ടെ. ജീവിതം എന്ന ഈ കുഞ്ഞു യാത്ര മനോഹരമാകുന്നത് ഇങ്ങനെയുള്ള കൊച്ചു യാത്രകളിലൂടെയാണ്. ജീവിതം തന്നെ യാത്രയാണ് അല്ലേ? ആ യാത്ര മനോഹരമാവണമെങ്കിൽ ജീവിതം എന്ന യാത്രക്കുള്ളിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും
അതിന് എത്ര നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൻ്റെ ആകത്തുകയിൽ അതൊരു വലിയ ലാഭമായിട്ട് നമുക്ക് പിന്നീട് തിരിച്ചറിയാനാവും. ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു നല്ല നിമിഷങ്ങളും ഒരു നല്ല ദിവസവും നിങ്ങൾ പാഴാക്കാതിരിക്കുക. അത് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടേണ്ടതുണ്ട്. അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഈ ദിവസം എനിക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഈ ഒരു നല്ല ദിവസം എനിക്ക് സമ്മാനിക്കാൻ പറ്റുക? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ചെയ്യുക. പിന്നീട് അത് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് യാത്രകളിലൂടെയാണ്. നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. യാത്രകൾ ഇഷ്ടപ്പെടാതെ ആരും തന്നെയില്ല. അതിൻ്റെ ചില റിസ്കുകൾ കാരണമാണ് പലപ്പോഴും അത് മാറ്റിവെക്കുന്നത്. അത് ഇനിയുള്ള ജീവിതത്തിൽ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഒരു പുതിയ വർഷമൊക്കെ ആരംഭിക്കുകയല്ലേ, നമ്മുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മൾ മാറ്റുക. കുറേ കൂടി ഉയർന്ന നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കുക. ജീവിതം കുറേ കൂടി ആഘോഷിക്കപ്പെടട്ടെ. കുറേ യാത്രകൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റട്ടെ. ജീവിതം കുറേ കൂടി മനോഹരമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഈ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അതോടൊപ്പം തന്നെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടണം, നിങ്ങളുടെ മനസ്സിന് കുറച്ചെങ്കിലും ഒരു മാറ്റം, നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ എന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണ്. ഏതായാലും നാളെ രാവിലെ കുറച്ച് സ്ഥലങ്ങൾ കൂടി ഇവിടുന്ന് കണ്ടിട്ട് നാട്ടിലേക്ക് തിരിക്കണം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.